പഠിക്കേണ്ടത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ണർ എന്നാണ്. ഒരു പുതിയ പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിൽ എടുക്കുമ്പോൾ നിലവിലുള്ള പാർട്ണേഴ്സ് ഈ പുതിയ പാർട്ണർക്ക് ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു അഷുറൻസ് പലപ്പോഴും നൽകാറുണ്ട്. ഈ പാർട്ണർഷിപ്പ് ഫേമിന് ഫ്യൂച്ചറിൽ നഷ്ടം വന്നാലും അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞാലും ഒരു മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈ പുതിയ പാർട്ണർക്ക് നൽകിക്കൊള്ളാം. ഇതിനെയാണ് നമ്മൾ ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ണർഷിപ്പ് ഫേമിന് നഷ്ടം വരികയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോഫിറ്റ് കുറയുകയാണെങ്കിൽ ഒരു മിനിമം ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈ പാർട്ണർക്ക് നൽകണം. അങ്ങനെ മിനിമം ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഈ നിലവിലുള്ള പാർട്ണേഴ്സ് സഹിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സംടൈംസ് ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ ദ ഓൾഡ് പാർട്ണേഴ്സ് മേ ഗീവ് ആൻ അഷുറൻസ്, ഉറപ്പ് നൽകും. ദാറ്റ് ദ ന്യൂ പാർട്ണർ ഷാൽ ബി ഗിവൺ എ മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ആക്ച്വൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് എന്താണെന്ന് നോക്കാതെ മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈ പുതിയ പാർട്ണർക്ക് നൽകാമെന്ന് വാക്ക് നൽകും. അതിനെയാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കൃഷ്ണ, എ ന്യൂ പാർട്ണർ ഈസ് അഡ്മിറ്റഡ് ടു പാർട്ണർഷിപ്പ് ഫോർ 1/5 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ് സബ്ജക്ട് ടു എ മിനിമം ഓഫ് ₹20,000. പുതിയൊരു പാർട്ണറെ എടുക്കുകയാണ് കൃഷ്ണയ്ക്ക് കൊടുക്കുന്നത് 1/5 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ് ആണ്. അതോടൊപ്പം കൃഷ്ണയ്ക്ക് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റായി 20,000 നൽകാമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഈ പാർട്ണർഷിപ്പ് ഫേം നഷ്ടം വരികയാണോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോഫിറ്റ് കുറയുകയോ ചെയ്താലും ഈ കൃഷ്ണയ്ക്ക് മിനിമം 20,000 ഷെയർ ഓഫ് പ്രോഫിറ്റായി ലഭിക്കും. However, if it is more, he is entitled to receive his actual share. ഈ 20,000-ൽ കൂടുതൽ ആണ് ഈ കൃഷ്ണയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വരുന്നെങ്കിൽ ആ ഷെയർ ഓഫ് പ്രോഫിറ്റ് ലഭിക്കും. അതായത് ഈ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ കൃഷ്ണയ്ക്ക് 25,000 ഷെയർ ഓഫ് പ്രോഫിറ്റ് വരികയാണെങ്കിൽ 25,000 ലഭിക്കും. ഇനി ഈ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 10,000 യഥാർത്ഥത്തിൽ കൃഷ്ണയ്ക്ക് ലഭിക്കുന്നത് എങ്കിലും കൃഷ്ണയ്ക്ക് മിനിമം 20,000 കൊടുക്കണം. അപ്പോൾ ഈ ബാക്കി 10,000 ഈ നിലവിലുള്ള പാർട്ണേഴ്സ് നൽകണം. Thus, even if there is no profit or the share of profit falls short of the minimum guaranteed minimum amount, the new partner enjoys the privilege of receiving the guaranteed minimum amount of profit. പാർട്ണർഷിപ്പിൻ്റെ പ്രോഫിറ്റ് കുറയുകയോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിന് നഷ്ടം വരികയോ ചെയ്താലും ഈ മിനിമം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഈ പുതിയ പാർട്ണർക്ക് ലഭിക്കും. In such a case, the deficiency is borne by anyone or by all of the existing partners. അങ്ങനെ വരുമ്പോൾ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ ആ ഡെഫിഷ്യൻസി പുതിയ പാർട്ണർമാരിൽ നിലവിലുള്ള പാർട്ണേഴ്സ് ആരെങ്കിലും ഒരാളോ അതല്ലെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ ചേർന്നോ വഹിക്കണം. ഇപ്പോൾ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇപ്പോൾ കൃഷ്ണയ്ക്ക് മിനിമം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് 20,000 കൊടുക്കാമെന്ന് പറഞ്ഞേക്കുക. പക്ഷെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ 15,000 കൃഷ്ണയ്ക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ 5,000 നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ 5,000 ഈ ഒന്നുകിൽ നിലവിലുള്ള പാർട്ണേഴ്സിൽ ആരെങ്കിലും ഒരാൾ കൊടുക്കണം അല്ലെങ്കിൽ എല്ലാ പാർട്ണേഴ്സും കൂടെ ചേർന്ന് കൊടുക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മോഹിത് ആൻഡ് റോഷൻ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. മോഹിത്തും റോഹനുമാണ് പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 2:1 ആണ്. ദേ അഡ്മിറ്റ് രാഹുൽ ആസ് എ പാർട്ണർ വിത്ത് 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ്. രാഹുലാണ് പുതിയ പാർട്ണർ. രാഹുലിന് കൊടുക്കുന്ന ഷെയർ 1/4 ഷെയർ ആണ് രാഹുലിന് കൊടുക്കുന്നത്. വിത്ത് എ ഗ്യാരണ്ടി ദാറ്റ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷാൽ ബി അറ്റ്ലീസ്റ്റ് ₹50,000. അതോടൊപ്പം രാഹുലിന് ഒരു ഗ്യാരണ്ടി നൽകുന്നു, മിനിമം പ്രോഫിറ്റ് 50,000 നൽകിയിരിക്കും. അറ്റ്ലീസ്റ്റ് 50,000, ഏറ്റവും കുറഞ്ഞ 50,000 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് രാഹുലിന് നൽകിയിരിക്കും. The net profit of the firm for the year ending March 31, 2015 ₹1,60,000. Prepare profit and loss appropriation account. അപ്പോൾ മാർച്ച് 31, 2015 വർഷത്തിൽ 1,60,000 പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് 1,60,000 ഈ 1,60,000 പുതിയ പാർട്ണർ രാഹുൽ ആണല്ലോ. രാഹുലിന് കൊടുക്കേണ്ട ഷെയർ 1/4 ആണ്. അപ്പോൾ 1,60,000 1/4 ഷെയർ എന്ന് പറയുമ്പോൾ 40,000 വരുന്നത്. 40,000 ഈ 1,60,000 4/1 ഷെയർ രാഹുലിന് കൊടുത്താൽ 40,000 രൂപയേ ഉള്ളൂ.
പക്ഷേ രാഹുലിന് 50,000 രൂപ മിനിമം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെഫിഷ്യൻസി ആയിട്ട് ഒരു 10,000 രൂപയുണ്ട്. ഈ 10,000 ആര് കൊടുക്കും? മോഹിത്തും രോഹനും കൂടെ കൊടുക്കണം. മോഹിത്തും രോഹനും കൂടെ അവരുടെ ഷെയറിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ മോഹിത്തിന്റെയും രോഹന്റെയും ഷെയർ അത്രയും കുറയും. അതിൽ ഈ 10,000-ൽ മോഹിത്ത് എത്ര ഷെയർ കൊടുക്കും, രോഹൻ എത്ര ഷെയർ കൊടുക്കും? അപ്പോൾ ഈ ഡെഫിഷ്യൻസി ഇവിടെ ഇപ്പോൾ 10,000 ആണ്. ഈ ഡെഫിഷ്യൻസി മോഹിത്ത് രോഹനും കൂടെ വഹിക്കണം. ഡെഫിഷ്യൻസി അവർ എങ്ങനെ ഷെയർ ചെയ്യും? അപ്പോൾ ഡെഫിഷ്യൻസി എങ്ങനെ ഷെയർ ചെയ്യുമെന്ന് ആ റേഷ്യോ ഇവിടെ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ പറയുന്നില്ല എങ്കിൽ അവരുടെ നിലവിലുള്ള റേഷ്യോയിൽ ഈ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യണം. അതായത് 10,000 രാഹുലിന് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 40,000 രൂപയെ വരുന്നുള്ളൂ. ബാക്കി 10,000 ഡെഫിഷ്യൻസി മോഹിത്ത് രോഹനും ചേർന്ന് കൊടുക്കണം. 10,000-ന്റെ 2/3 ഭാഗം മോഹിത്ത് കൊടുക്കണം, 1/3 ഭാഗം രോഹൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കാൽക്കുലേഷൻ ഓഫ് ഓൾഡ് റേഷ്യോ ആൻഡ് ന്യൂ റേഷ്യോ. ഇവിടെ ഇപ്പോൾ ഓൾഡ് റേഷ്യോയും ഉണ്ട്, ന്യൂ റേഷ്യോയും ഉണ്ട്. മോഹിത്തിന്റെയും രോഹനും ഷെയർ ചെയ്തിരുന്ന റേഷ്യോയാണ് നമ്മൾ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത്. 2:1 ആണ്, നമുക്കറിയാം. രാഹുല് പുതിയൊരു പാർട്ണറായിട്ട് വരുമ്പോൾ ഇവിടെ 3 പാർട്ണേഴ്സ് ആവും, മോഹിത്ത്, രോഹൻ, രാഹുൽ. അപ്പോൾ ഇവർ 3 പേരും കൂടെയാണ് ഇനി പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. ആ 3 പേരും കൂടെ പുതിയ പാർട്ണർ ഉൾപ്പെടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോയാണ് നമ്മൾ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡ് റേഷ്യോ നമുക്കറിയാം, മോഹിത്ത് ആൻഡ് രോഹൻ 2:1, 2/3:1/3 ആണ്. ഇനി രാഹുൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്, രാഹുലിന് കൊടുക്കുന്ന ഷെയർ 1/4 ആണ്. അപ്പോൾ ന്യൂ റേഷ്യോ ഓഫ് മോഹിത്ത്, രോഹൻ ആൻഡ് രാഹുൽ 2:1:1 എന്ന് വരും. 2:1:1. ഇതിന് കാൽക്കുലേഷൻ ഉണ്ട്. കാൽക്കുലേഷൻ നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഓൾഡ് റേഷ്യോയിലെ 2:1, പിന്നെ രാഹുലിന്റെ ഷെയറിലെ ഈ 1, 2 + 1 + 1 = 4 ആണെങ്കിൽ റേഷ്യോ അതുപോലെ നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. തൽക്കാലം നമുക്ക് അങ്ങനെ പഠിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ പഠിക്കാം. അപ്പോൾ ന്യൂ റേഷ്യോ ഓൾഡ് റേഷ്യോയിൽ 2:1 രാഹുലിന്റെ ഷെയറിലെ ഈ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ 4 വരുന്നുണ്ടെങ്കിൽ റേഷ്യോയിൽ ചേഞ്ച് ഇല്ല, അത് 2:1:1 ആണ്. അപ്പോൾ ന്യൂ റേഷ്യോ 2:1:1 എന്ന് വരും. അതായത് 2/4:1/4:1/4. അപ്പോൾ ഓൾഡ് റേഷ്യോ കിട്ടി 2:1, ന്യൂ റേഷ്യോ 2:1:1. ഇനി ഡെഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഡെഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. രാഹുലിന്റെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് 50,000 ആണ്, നമുക്കറിയാം. രാഹുലിന്റെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതായത് 1,60,000-ന്റെ 1/4 ആണ് രാഹുലിന് യഥാർത്ഥത്തിൽ കിട്ടുക. അപ്പോൾ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് 10,000 ആണ്. അതായത് മിനിമം 50,000 അയാൾക്ക് കൊടുക്കണം, പക്ഷേ അയാൾക്ക് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 40,000 കിട്ടൂ. അപ്പോൾ ഡെഫിഷ്യൻസി 10,000 ആണ്. ഇനി ഈ ഡെഫിഷ്യൻസി ഇവരെങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? ഡെഫിഷ്യൻസി ഷെയർ റേഷ്യോ ഓഫ് മോഹിത്ത് ആൻഡ് രോഹൻ. ഇവരെങ്ങനെയാണ് ഈ 10,000 രൂപ ഷെയർ ചെയ്യുന്നത്? അതായത് ഈ രാഹുലിന് 10,000 രൂപ ഇവരുടെ കയ്യിൽ നിന്ന് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും? ഏത് റേഷ്യോ കൊടുക്കും? അപ്പോൾ ഏത് റേഷ്യോ എന്ന് പറയുന്നില്ല എങ്കിൽ അത് നേരത്തെ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ, അതായത് ഓൾഡ് റേഷ്യോയിൽ ആ ഡെഫിഷ്യൻസി അവർ രണ്ടുപേരും കൂടെ സഫർ ചെയ്യണം. അപ്പോൾ ഡെഫിഷ്യൻസി ഷെയർ റേഷ്യോ 2:1 ആണ്, അതായത് അവരുടെ ഓൾഡ് റേഷ്യോ ആണ്. അങ്ങനല്ല വേറൊരു റേഷ്യോയിലാണ് ഈ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യുന്നത് എന്ന് പറയുന്നെങ്കിൽ ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡെഫിഷ്യൻസി ഷെയർ റേഷ്യോ 2:1 ആണ്, അതായത് 2/3:1/3. ഇനി മോഹിത്തിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്ര ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മോഹിത്തിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1,60,000-ന്റെ 2/4 ആണ് അയാൾക്ക് കിട്ടേണ്ടത്. 1,60,000 × 2/4. ഈ 2/4 എന്ന് പറഞ്ഞാൽ ഇതാണ് 1,60,000 × 2/4. അവർ 3 പേരും കൊണ്ടാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ന്യൂ റേഷ്യോയിലാണ് അവർ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1,60,000-ന്റെ 2/4 എന്ന് പറയുമ്പോൾ 80,000 ആണ് മോഹിത്തിന് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയി കിട്ടേണ്ടത്. പക്ഷേ 80,000 അയാൾക്ക് കിട്ടത്തില്ല. കാരണം ഇയാള് ഈ 10,000-ന്റെ, അതായത് ഡെഫിഷ്യൻസിയുടെ 2/3 ആർക്ക് കൊടുക്കണം? രാഹുലിന് കൊടുക്കണം. ലെസ് ഷെയർ ഓഫ് ഡെഫിഷ്യൻസി 10,000 × 2/3. അപ്പോൾ അത് 6,667 വരും. ബാക്കി 73,333 രൂപയാണ് മോഹിത്തിന്റെ ഷെയറായി അയാൾക്ക് പ്രോഫിറ്റിൽ അയാളുടെ ഷെയറായി കിട്ടുന്നത്. അപ്പോൾ 80,000 ആണ് അയാളുടെ യഥാർത്ഥ ഷെയർ. പക്ഷേ രാഹുലിന് 50,000 രൂപ മിനിമം കൊടുക്കുന്നത് കൊണ്ട് രാഹുലിന് 40,000 രൂപ യഥാർത്ഥത്തിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അയാൾക്ക് 50,000 കൊടുക്കണം. അപ്പോൾ 10,000 രൂപ
ഡെഫിഷ്യൻസിയാണ്. ഈ 10,000 രൂപ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കൊടുക്കണം. അതിൽ മോഹിത്ത് കൊടുക്കുന്നത് 10,000-ന്റെ 2/3 ഭാഗം 6,667. അങ്ങനെ 80,000-ൽ നിന്ന് 6,667 പോയി ബാക്കി 73,333 രൂപ മാത്രമേ മോഹിത്തിന് കിട്ടത്തുള്ളൂ. ഇനി രോഹന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1,60,000-ന്റെ 1/4 ആണ്. അതായത് 1,60,000-ന്റെ 1/4 ഈ ന്യൂ റേഷ്യോയിൽ 1/4, അതായത് 40,000 രൂപ. 40,000 രൂപ ഷെയർക്ക് കിട്ടത്തില്ല. 40,000-ൽ നിന്ന് ഷെയർ ഓഫ് ഡെഫിഷ്യൻസി 10,000-ന്റെ 1/3, അതായത് ഈ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യുന്ന റേഷ്യോ 10,000 × 1/3 കുറയും, 3,333 രൂപ. അപ്പോൾ 36,667 രൂപ മാത്രമേ ആർക്ക് കിട്ടത്തുള്ളൂ? റോഹന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് 1,60,000 ക്രെഡിറ്റ് ചെയ്യുക. നെറ്റ് പ്രോഫിറ്റ്. ഇനി മോഹിത്ത് ക്യാപിറ്റൽ 73,333, അതായത് 80,000 ആണ് അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതിൽ നിന്ന് 6,667 കുറയും. ഇനി റോഹൻസ് ക്യാപിറ്റൽ, അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 40,000 ആണ്. അതിൽ നിന്ന് 3,333 കുറയും, 36,667. രാഹുൽസ് ക്യാപിറ്റൽ, രാഹുലിന് കിട്ടേണ്ടത് 40,000 ആണ്. പക്ഷേ മിനിമം ഗ്യാരണ്ടി 50,000 ആണ്. ഈ 10,000 ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കൊടുക്കും. അങ്ങനെ രാഹുലിന്റെ ക്യാപിറ്റൽ, രാഹുലിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 50,000 കൂടും. ടോട്ടൽ 1,60,000. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. ഇവിടെ ഓർക്കേണ്ടത് ഡെഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കുക. ഡെഫിഷ്യൻസി ഷെയർ ചെയ്യുന്ന റേഷ്യോ പറയുന്നില്ലെങ്കിൽ ഓൾഡ് റേഷ്യോയിൽ ഡെഫിഷ്യൻസി ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. മേനോൻ ആൻഡ് കൃഷ്ണൻ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 1:2. മേനോന് കൃഷ്ണനും ആണ് ഓൾഡ് പാർട്ട്നേഴ്സ്. അവർ പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 1:2 ആണ്. 1 January 2013 they admit Govind as a partner. ന്യൂ പാർട്ണർ ഗോവിന്ദ് ആണ്. ഫോർ A4th ഷെയർ ഓഫ് പ്രോഫിറ്റ്. A4th എന്ന് പറഞ്ഞാൽ 1/4, 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റ് വിത്ത് എ ഗ്യാരണ്ടീഡ് മിനിമം ഓഫ് 20,000. പുതിയ പാർട്ണർ ഗോവിന്ദ് ആണ്. ഗോവിന്ദിന് കൊടുക്കുന്ന ഷെയർ 1/4 ആണ്. ഗ്യാരണ്ടി കൊടുക്കുന്നത് 20,000 ആണ്. മേനോൻ ആൻഡ് കൃഷ്ണൻ കണ്ടിന്യൂ ടു ഷെയർ ആസ് ബിഫോർ. മേനോനും കൃഷ്ണനും ഈ റേഷ്യോയിൽ അവരുടെ റേഷ്യോയിൽ ചേഞ്ച് വരുന്നില്ല. ബട്ട് എഗ്രി ടു സഫർ എനി എക്സസ് ഓവർ 1/4 പ്രോഫിറ്റ് ഗോയിങ് ടു ഗോവിന്ദ് ഈക്വലി. ഗോവിന്ദിന് 4/1 ഷെയർ ഓഫ് പ്രോഫിറ്റ് നൽകുമ്പോൾ ഇവര് എക്സസ് ആയി നൽകേണ്ടി വന്നാൽ, അതായത് ഡെഫിഷ്യൻസി ഉണ്ടായാൽ, they agree to suffer any excess over 1/4 of profit going to Govind equally. ഗോവിന്ദിന് 4/1 പ്രോഫിറ്റ് നൽകുമ്പോൾ എക്സസ് നൽകേണ്ടി വന്നാൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ 20,000 ആണ് മിനിമം അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. അയാളുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തപ്പോൾ 20,000 ഇല്ല. അപ്പോൾ ബാക്കി എക്സസ് ഇവർ നൽകേണ്ടി വന്നാൽ, അതായത് ഡെഫിഷ്യൻസി വന്നാൽ, ദേ എഗ്രീഡ് ടു ഷെയർ ഈക്വലി, അവരത് ഈക്വലായി ഷെയർ ചെയ്യാം എന്ന് സമ്മതിച്ചു. എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി അവർ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇങ്ങനെ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യുന്ന റേഷ്യോ പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഓൾഡ് റേഷ്യോ തന്നെ ഡിവൈഡ് ചെയ്തു. പക്ഷേ ഇവിടെ ഡെഫിഷ്യൻസി ഈക്വലായി ഡിവൈഡ് ചെയ്യണമെന്ന് പറയും. ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ ദ ഇയർ 60,000, 60,000 ആണ് പ്രോഫിറ്റ്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യുക. ഓൾഡ് റേഷ്യോ ഓഫ് മേനോൻ ആൻഡ് കൃഷ്ണൻ 1:2, 1/3:2/3. ഗോവിന്ദിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 1/4 ആണ്. അപ്പോൾ ന്യൂ റേഷ്യോ ഓഫ് മേനോൻ ആൻഡ് കൃഷ്ണൻ 1:2:1 എന്ന് പറയുന്നത്, അതായത് 1 + 2 + 1 = 4 ആണ്. അപ്പോൾ ന്യൂ റേഷ്യോ 1:2:1 ആണ്, അതായത് 1/4:2/4:1/4. അപ്പോൾ ന്യൂ റേഷ്യോ 1:2:1 ആണ്. ഈ കാൽക്കുലേഷൻ ഓഫ് ഡെഫിഷ്യൻസി. ഗോവിന്ദിന്റെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് 20,000 ആണ്. ഗോവിന്ദിന്റെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 60,000 × 1/4, 60,000-ന്റെ 4/1 ആണ് ഗോവിന്ദിന് കൊടുക്കേണ്ടത്. 15,000 ഗ്യാരണ്ടി 20,000 ആണ്. പക്ഷേ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 15,000 രൂപ കിട്ടും. അപ്പോൾ ഡെഫിഷ്യൻസി 5,000 ആണ്. ഈ ഡെഫിഷ്യൻസി ഇനി അവർ ഷെയർ ചെയ്യണം. ഡെഫിഷ്യൻസി ഷെയർ റേഷ്യോ ഓഫ് മേനോൻ ആൻഡ് കൃഷ്ണൻ. മേനോനും കൃഷ്ണനും കൂടെ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യുന്ന റേഷ്യോ 1:1 ആണ്. ഈക്വലായി അവർ സഫർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 1:1 ആണ്, 1/2:1/2. അതായത് 5,000-ന്റെ പകുതി മേനോൻ നൽകണം, 5,000-ന്റെ പകുതി കൃഷ്ണൻ നൽകണം. അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്ന് നൽകണം. ഇനി മേനോന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 60,000 × 1/4. ഇത് ന്യൂ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, കാരണം 3 പേരും കൂടെയാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മേനോന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 60,000 × 1/4, 15,000, 15,000. അതിൽ നിന്ന് ഷെയർ ഓഫ് ഡെഫിഷ്യൻസി 5,000 × 1/2, 2,500. അപ്പോൾ മേനോന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,500 എന്ന് വരും. ഇനി കൃഷ്ണന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 60,000-ന്റെ 2/4,
അതായത് ന്യൂ റേഷ്യോയിൽ 2/4 30,000 എന്ന് വരും. ഈ 30,000-ൽ നിന്ന് ഷെയർ ഡെഫിഷ്യൻസി 5,000-ന്റെ 1/2 2,500 കുറച്ച് ബാക്കി 27,500. അപ്പോൾ മേനോന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,500, കൃഷ്ണന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 27,500. ഇനി പുതിയ പാർട്ണറായി ഗോവിന്ദന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 20,000. 15,000 കിട്ടേണ്ടത്. പക്ഷേ ഇവര് മേനോനും കൃഷ്ണനും കൂടെ ചേർന്ന് 5,000 രൂപയും കൂടെ കൊടുത്ത് മൊത്തം 20,000 രൂപയാണ് ഗോവിന്ദന് കിട്ടുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് 60,000 ക്രെഡിറ്റ് ചെയ്യാം. മേനോൻസ് ക്യാപിറ്റൽ 12,500, 15,000 കിട്ടേണ്ടത്. അതിൽ നിന്ന് ഡെഫിഷ്യൻസി 2,500 കുറഞ്ഞു. കൃഷ്ണന്റെ ക്യാപിറ്റൽ 27,500. കൃഷ്ണന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 27,500. 30,000 കൃഷ്ണൻ കിട്ടേണ്ടത്. അതിൽ നിന്ന് 2,500 കുറഞ്ഞു, ബാക്കി 27,500. ഗോവിന്ദ് ക്യാപിറ്റൽ, ഗോവിന്ദന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ 15,000 വരുന്നുള്ളൂ. മേനോനും കൃഷ്ണനും 2,500 വെച്ച് കൊടുത്ത് അങ്ങനെ മൊത്തം ഗോവിന്ദന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 20,000 അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ടോട്ടൽ 60,000. അടുത്ത ക്ലാസ്സിൽ ഈ ഗ്യാരണ്ടീഡ് 2 പ്രോബ്ലം കൂടെ ചെയ്യാം. താങ്ക് യു.